വിഴിഞ്ഞം തുറമുഖത്തിന് വേണ്ടി റോഡ് നിർമ്മിച്ചത് തെറ്റാണെന്നും അനുമതിയില്ലാതെ നിർമ്മാണ പ്രവർത്തനം ഇനി നടത്തില്ലെന്നും കേന്ദ്ര പരിസ്ഥിതി സമിതിയെ അറിയിക്കാൻ തുറമുഖ സമിതി യോഗം തീരുമാനിച്ചു. റോഡ് നിർമ്മാണത്തിനെതിരെ റിസോർട്ട് ലോബി പരാതി നൽകിയ സാഹചര്യത്തിലാണ് തീരുമാനം. എന്നാൽ തുറമുഖത്തിന്റെ സ്ഥലത്ത് റോഡ് നിർമ്മിക്കാൻ അനുമതി വേണ്ടെന്നും പദ്ധതിക്ക് എതിർപ്പുണ്ടായാൽ ഇനി ജനം പ്രതിരോധിക്കേണ്ടി വരുമെന്നും പ്രതിപക്ഷ നേതാവ് വി.എസ്. അച്യുതാനന്ദൻ പറഞ്ഞു. വിഴിഞ്ഞം പദ്ധതിക്കെതിരെ റിസോർട്ട് ലോബിയാണ് കേന്ദ്ര പരിസ്ഥിതി സമിതിയെ സമീപിച്ചത്. അനുമതി ലഭിക്കുന്നതിന് മുമ്പ് റോഡ് പണിതു എന്നാണ് പരാതി. ശനിയാഴ്ച പരിസ്ഥിതി സമിതി യോഗം ചേരുന്ന പശ്ചാത്തലത്തിൽ വിഷയത്തിൽ സർക്കാർ നിലപാട് തീരുമാനിക്കാൻ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു. റോഡ് നിർമ്മിച്ചതിൽ ഖേദം പ്രകടിപ്പിച്ച് തുറമുഖ സമിതി പ്രമേയം പാസാക്കുകയും ഇനി അനുവാദമില്ലാതെ നിർമ്മാണം നടത്തില്ലെന്ന് അറിയിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. ഒന്നാംഘട്ട ഉദ്ഘാടനം എന്ന പേരിൽ LDF സർക്കാർ നടത്തിയ നാടകം കേന്ദ്ര അനുമതിക്ക് തടസ്സമാകുമെന്ന് മന്ത്രി കെ ബാബു യോഗത്തിന് ശേഷം പറഞ്ഞു. കഴിഞ്ഞ ഗവൺമെൻറ് അവസാന നാളുകളിൽ വിഴിഞ്ഞത്തിൻ്റെ ഒന്നാംഘട്ട ഉദ്ഘാടനം എന്ന് പറഞ്ഞ് ഒരു റോഡ് നിർമ്മിച്ചു, 600 മീറ്റർ റോഡ്. അതാണ് ഇപ്പോൾ പ്രശ്നമായത്. എന്നാൽ തുറമുഖത്തിന്റെ സ്ഥലത്ത് റോഡ് നിർമ്മിച്ചതിൽ തെറ്റില്ലെന്നും ഇനിയും ഇത്തരത്തിൽ എതിർപ്പുകൾ ഉയർന്നാൽ ജനം പ്രതിരോധിക്കേണ്ടി വരുമെന്നും സ്ഥലം സന്ദർശിച്ച പ്രതിപക്ഷ നേതാവ് വി.എസ്. അച്യുതാനന്ദൻ പറഞ്ഞു. പരിസ്ഥിതിയെല്ലാം അതിന്റെ പിറകെ തന്നെ അംഗീകാരവുമായിട്ട് വരികയല്ലേ വേണ്ടത്? പോർട്ടിന്റെ സ്ഥലമല്ലേ, പോർട്ടിന്റെ ഉള്ളിൽ കയറാൻ ആർക്കാണ് അവകാശം? വിഴിഞ്ഞം വിഷയം സജീവമാക്കി നിർത്താനാണ് ഇടതുമുന്നണിയുടെ തീരുമാനം. അനുമതിയില്ലാതെ റിസോർട്ട് നടത്തുന്നവർക്കെതിരെ നടപടിയെടുക്കുന്നതിന് പകരം അവർ പദ്ധതിക്കെതിരെ നൽകിയ പരാതിയെ പിന്തുണയ്ക്കുകയാണ് സർക്കാർ ചെയ്യുന്നതെന്ന് LDF കുറ്റപ്പെടുത്തുന്നു. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ തുറമുഖ മന്ത്രി കെ ബാബു, മുൻ മന്ത്രി വി സുരേന്ദ്രൻപിള്ള, കോസ്റ്റൽ വാച്ചിന്റെ പ്രതിനിധി AJ വിജയൻ, ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷന്റെ പ്രസിഡന്റ് സുധീഷ്, CPM നേതാവ്, CPM സംസ്ഥാന സമിതി അംഗവും മുൻ മന്ത്രിയുമായ M. വിജയകുമാർ എന്നിവർ. ആദ്യം ശ്രീ കെ ബാബു, VS സർക്കാരിൻ്റെ കാലത്തെ നടപടിയാണോ ഇപ്പോൾ വിഴിഞ്ഞത്തിന് തടസ്സമായിരിക്കുന്നത്? VS സർക്കാരിൻ്റെ കാലത്ത് പരിസ്ഥിതി അനുമതിയില്ലാതെ റോഡ് നിർമ്മാണം, അതായത് വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ഒന്നാംഘട്ട പ്രവർത്തനം എന്നുള്ള പേരിലാണെന്ന് റോഡ് നിർമ്മാണം ഉദ്ഘാടനം ചെയ്തത്. അത് ആണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ 23-ാം തീയതി നാളെ ഹിയറിംഗ് നടക്കാൻ പോവാണ്. വീണ്ടും അതിനു മുമ്പ് അവർ സമർപ്പിച്ചിട്ടുള്ള പരാതി, അതിനെ മറികടക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് ഗവൺമെൻറ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും അന്നത്തെ ആ റോഡ് ഉദ്ഘാടനം പരിസ്ഥിതി ക്ലിയറൻസ് ഒക്കെ കിട്ടുന്നതിന് മുമ്പ് നടത്തേണ്ടിയില്ലായിരുന്നു എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അതാണിപ്പോൾ അവർ ഏറ്റവും ഒടുവിൽ എല്ലാം പ്രശ്നങ്ങളും വിഴിഞ്ഞം തുറമുഖ കമ്പനി അഡ്രസ്സ് ചെയ്തു. അപ്പോൾ ഏറ്റവും ഒടുവിലാണ് ഈ ഒരു പ്രശ്നം ഉയർത്തി കൊണ്ടുവന്നിട്ടുള്ളത്. ശ്രീ വി സുരേന്ദ്രൻപിള്ള മറുപടി. അതായത് ഈ തുറമുഖത്തിൻ്റെ ഒന്നാംഘട്ട വികസനമെന്ന് ഞങ്ങളാരും പറഞ്ഞിട്ടില്ല. തുറമുഖത്തിൻ്റെ പശ്ചാത്തല സൗകര്യ വികസനം, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്, റോഡ് മാത്രമല്ല, അതിനകത്ത് റെയിൽ കണക്ടിവിറ്റി, അതുപോലെ തന്നെ അവിടത്തേക്ക് കുടിവെള്ളം എത്തിക്കൽ, റോഡ്, സ്ഥലമേറ്റെടുപ്പ്, ഇതിൻ്റെ എല്ലാം ഒരു തുടക്കം എന്നുള്ള നിലയിൽ ആ ഗവൺമെൻറ് 500 കോടി രൂപ ബഡ്ജറ്റ് അലോക്കേഷൻ മാറ്റിവെച്ചു. അതുതന്നെയാണ് ഇപ്പോഴും UDF സർക്കാരും ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സ്ഥലം ഏറ്റെടുക്കാൻ ഒരു നല്ല അളവ് വരെ മുന്നോട്ടങ്ങ് പോയി. അതോടൊപ്പം ബാക്കി പശ്ചാത്തല സൗകര്യ വികസനങ്ങൾ ചെയ്തേ വെക്കൂ. കാരണം ഒരു വിദേശ കമ്പനി MOU സൈൻ ചെയ്ത ആളുകൾ കേരളത്തിൽ വന്ന് വിഴിഞ്ഞം വന്ന് നോക്കുമ്പോൾ കുറേ കടൽ, കുറേ പാറ, കുറേ കാട് ഒക്കെ ആയിട്ട് ഇങ്ങനെ കിടക്കുന്നത്, അതായത് ഒരു തുറമുഖം ലാൻഡ് ലോഡ് പോർട്ട് എന്നുള്ള നിലയിലേക്ക് ആ തുറമുഖം ഉയർത്തിക്കൊണ്ട് വരണമെങ്കിൽ അവിടെ കുറച്ച് ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തണമെന്ന് ഗവൺമെൻറ്റിന് തോന്നി. അത് തുറമുഖത്തിൻ്റെ ആ പശ്ചാത്തല സൗകര്യങ്ങൾ ഇത് മാത്രമല്ല, റോഡ് മാത്രമല്ല, എല്ലാ കാര്യങ്ങളും മെച്ചപ്പെടുത്തണം. അപ്പോൾ അതിനനുസരിച്ചുള്ള വർക്ക്, ഏറ്റവും അവസാനം അതിന് വേണ്ടിയുള്ള പണം നാഷണൽ ലെവലിൽ ബാങ്കുകളെല്ലാം നാഷണലൈസ്ഡ് ബാങ്കുകളെ വിളിച്ചു കൂട്ടി ഒരു കൺസോർഷ്യം ഉണ്ടാക്കി, SBTയുടെ നേതൃത്വത്തിൽ തന്നെ കൺസോർഷ്യം ഉണ്ടാക്കാനുള്ള പണവും ഉണ്ടാക്കി. അപ്പോൾ അതിന് ഒരു തുറമുഖം നിർമ്മിക്കാൻ വേണ്ടുന്ന ഭൗതിക സാഹചര്യങ്ങളെല്ലാം നിർമ്മിക്കുന്ന കൂട്ടത്തിൽ പദ്ധതി പ്രദേശത്ത് ഇത് പെട്ടെന്ന് എത്താൻ വേണ്ടി ഒരു റോഡുണ്ടാക്കി, അതിനെന്താ കുഴപ്പമല്ലോ ഉണ്ടോ? ഇപ്പോൾ തുറമുഖം വേണ്ട,
ഇവിടെ തുറമുഖമേ വേണ്ട എന്ന് തീരുമാനിക്കുന്ന ലോബികളുണ്ട്, റിസോർട്ട് ലോബികൾ. അവരിവിടെ കേരള ഗവൺമെൻറ്റിൻ്റെയും ബിസിലിൻ്റെയും പ്രതിനിധികൾ പരിസ്ഥിതി മന്ത്രാലയത്തിൽ ചെന്ന് പിന്നെ പരിസ്ഥിതി ക്ലിയറൻസിന് വേണ്ടുന്ന എന്തെങ്കിലും പിന്നെ ബാക്കി ഡീറ്റെയിൽസ് കൊടുക്കാനുണ്ടെങ്കിൽ കൊടുക്കാമെന്നും പറഞ്ഞ് ഇവിടുന്ന് പോർട്ട് സെക്രട്ടറി പോയി, ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധി പോയി, വിസിലിൻ്റെ പ്രതിനിധി പോയി. അവരെ വെളിയിലിരുത്തിക്കൊണ്ട് അവർ കയറുന്നതിന് മുമ്പ് തന്നെ റിസോർട്ട് ലോബിക്ക് അവിടെ പ്രവേശനം ലഭിച്ചു. അപ്പോൾ അവരുടെ വിവരങ്ങളെല്ലാം കേട്ടു. അവരുടെ വിവരങ്ങളെല്ലാം പരിസ്ഥിതി മന്ത്രാലയവും ബന്ധപ്പെട്ട അധികൃതരും കേട്ടിട്ട് ഇവരെ വിളിച്ച് രണ്ടാമത് കയറ്റിയിട്ട് പറഞ്ഞാൽ നിങ്ങൾ ഒരു മാസം കൂടെ കഴിഞ്ഞാൽ വീണ്ടും റിവ്യൂ ചെയ്യാനായിട്ട് തീരുമാനിച്ചു വിടുകയാണ്. അപ്പോൾ റിസോർട്ട് ലോബികൾ ഇങ്ങനൊരു സാധനമേ വേണ്ട, ഇവിടെ വിഴിഞ്ഞം പദ്ധതി എന്ന് പറയുന്ന ഒരു പദ്ധതി ഇവിടെ വേണ്ട, ഇവിടെ വേണ്ട എന്നുള്ളത് മാത്രമാണ് അവർക്ക് വേറെ കാര്യങ്ങളൊന്നുമില്ല. അത് വേണ്ട എന്ന് തീരുമാനിക്കും റിസോർട്ട് ലോബിയുടെ താല്പര്യം അവിടെ നിൽക്കട്ടെ. അതെ, ഇല്ല, കാതലായ വിഷയം ഗവൺമെന്റിന് തോന്നി, അതുകൊണ്ട് ഭൗതിക സൗകര്യങ്ങളുടെ വികസനത്തിന്റെ ഭാഗമായി ഒരു റോഡ് അങ്ങ് നിർമ്മിച്ചു. അതത്ര നിസ്സാരമായി പറഞ്ഞു തള്ളാൻ കഴിയുന്ന ഒരു കാര്യമല്ല. പരിസ്ഥിതി അനുമതി ഇല്ലാതെ നിർമ്മാണ പ്രവർത്തനം നടത്തിക്കൂടാ, അത് ചെയ്തിരിക്കുകയാണ്. അല്ല, റോഡ് നിർമ്മിക്കുക എന്ന് പറഞ്ഞാൽ ഈ തുറമുഖം എവിടെ വരുന്ന കടലിനകത്താണ്, കടലിൻ്റെ മേലെയല്ല പിന്നെ ഇത് തുറമുഖം വരുന്നത്. കടൽ ഇത്ര കിലോമീറ്റർ നികത്തി അതിൻ്റെ ബാക്കിയുള്ള അതിൻ്റെ ഇതനുസരിച്ച് നികത്തി അവിടെയാണ് തുറമുഖം വരേണ്ടത്. ഈ തുറമുഖത്തിലേക്ക് എത്താൻ വേണ്ടിയുള്ള റോഡ് നിർമ്മിക്കുക എന്ന് പറഞ്ഞാൽ അപ്പോൾ അതുപോലെയല്ലേ പണം ഉണ്ടാക്കാൻ പാടില്ല എന്ന് പറയാൻ ഒക്കുമോ? പണം ഉണ്ടാക്കാൻ പാടില്ല എന്ന് പറയാൻ ഒക്കുമോ? അങ്ങനെയല്ല. പരിസ്ഥിതി തൃപ്തികരമല്ല. ആ ചോദ്യത്തിനുള്ള കൃത്യമായ മറുപടി ശ്രീ എം വിജയകുമാർ, ഇന്ന് താങ്കൾ VS അച്യുതാനന്ദൻ ആ സ്ഥലം സന്ദർശിച്ചപ്പോൾ അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്നല്ലോ. മാധ്യമപ്രവർത്തകർ ചോദിച്ച കാതലായ ചോദ്യത്തെ നിങ്ങൾ വളച്ചൊടിച്ചു. അത് റിസോർട്ട് ലോബിയുടെ താല്പര്യം സംരക്ഷിക്കുന്ന തരത്തിലുള്ള ചോദ്യമാണ് എന്ന് വ്യാഖ്യാനിച്ചു. കാതലായ ചോദ്യമാണത്, അതിന് മറുപടി വേണം. അവിടെ പരിസ്ഥിതി ക്ലിയറൻസ് കിട്ടുന്നതിന് മുമ്പ് എന്തിന് നിർമ്മാണ പ്രവർത്തനം നടത്തി? ശ്രീ എം വിജയകുമാർ, ഹലോ, കേൾക്കാം. ചോദ്യം കേട്ടെങ്കിൽ. പരിസ്ഥിതി അനുവാദം എന്ന് പറയുന്നത് തുറമുഖം നിർമ്മിക്കാൻ വേണ്ടിയാണ്. ആ തുറമുഖ നിർമ്മാണം ഒന്നും അവിടെ ആരംഭിച്ചിട്ടില്ല. അതുതന്നെയാണ് അതിന്റെ ശരിയായ ഉത്തരം. തുറമുഖ നിർമ്മാണത്തിനാണ് പരിസ്ഥിതി അനുവാദം. ഇവിടെ 10 വർഷത്തിന് മുമ്പ് തന്നെ അംഗീകരിക്കപ്പെട്ട ആ പദ്ധതിക്ക് വേണ്ടിയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ സംസ്ഥാന സർക്കാരാണ് എടുക്കേണ്ടത്. അതിനാവശ്യമുള്ള 120 ഹെക്ടർ സ്ഥലം അക്വയർ ചെയ്തത് പരിസ്ഥിതി അനുവാദം മേടിച്ചിട്ടാണോ? ഇപ്പോഴും ആ നടപടികൾ ഈ സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുകയല്ലേ? ഈ റോഡെന്ന് പറയുന്ന റോഡിന്റെ 2 സ്ഥലത്തും, ആ സ്ഥലം കണ്ടവർക്കേ അറിയാൻ പറ്റൂ, ഈ റോഡിനാണ്, ഈ പുതിയ റോഡെന്ന് പറയുന്ന ഉണ്ടല്ലോ, ആ റോഡിന്റെ 2 ഭാഗത്തുമുള്ള സ്ഥലം ഈ പദ്ധതിക്ക് വേണ്ടി സംസ്ഥാന സർക്കാർ അക്വയർ ചെയ്തതാണ് കഴിഞ്ഞ സർക്കാർ. ആ നടപടികൾ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. റോഡ് ഈ പദ്ധതി ഈ വിഴിഞ്ഞം തുറമുഖ സ്ഥലത്തേക്കുള്ള റോഡ് കണക്ടിവിറ്റി, റെയിൽ കണക്ടിവിറ്റി, അവിടത്തേക്കുള്ള വാട്ടർ സപ്ലൈ പൂർത്തീകരിച്ചപ്പോൾ കമ്മീഷൻ ചെയ്ത് ഈ സർക്കാരല്ലേ, കഴിഞ്ഞ സർക്കാർ തുടങ്ങിയതല്ലേ. അതുപോലെ വൈദ്യുതി, ഇലക്ട്രിസിറ്റി, ഇതൊക്കെയാണ് അടിസ്ഥാന സൗകര്യങ്ങൾ എന്ന് പറയുന്നത്. അടിസ്ഥാന സൗകര്യങ്ങൾ എന്ന് പറയുന്നത് തുറമുഖമല്ല. ആദ്യം അത് വേർതിരിച്ച് കാണാൻ കഴിയണം. ഈ പരാതിക്കാർ അവർ ഏറ്റവും വലിയ കുറ്റകൃത്യമാണ് ചെയ്തിരിക്കുന്നത്. എല്ലാ നിയമങ്ങളെയും ലംഘിച്ചുകൊണ്ട് കടൽക്കരയിൽ റിസോർട്ടുകൾ കെട്ടിപ്പൊക്കിയിരിക്കുകയാണ്. നിയമലംഘനമാണെന്ന് കേന്ദ്ര ഗവൺമെന്റും കോടതിയും വിധിച്ചു കഴിഞ്ഞു. അതിലേക്ക് വരാം. ആ വിഷയത്തിലേക്കൊക്കെ വരാം. ശ്രീ എം വിജയകുമാർ, പരിസ്ഥിതി ക്ലിയറൻസ് കിട്ടാതെ റോഡ് നിർമ്മിച്ചു, അത് തെറ്റാണ് എന്ന നിലയിലാണ് ഇപ്പോൾ. പരിസ്ഥിതി ക്ലിയറൻസിന്റെ ആവശ്യമില്ല. പക്ഷേ സർക്കാർ ഇന്ന് കൂടിയാലോചന നടത്തുകയും ഇതിൽ ഖേദം പ്രകടിപ്പിച്ച് മേലിൽ അത്തരം നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടർന്ന് നടത്തില്ല എന്ന് പറഞ്ഞതിൽ അതാണ് ഗൗരവമുള്ള പ്രശ്നം. സർക്കാർ ഒരിക്കലും അതിൽ ഖേദം പ്രകടിപ്പിക്കാൻ പാടില്ല. പകരം എന്താണ് വേണ്ടത്? പ്രകടിപ്പിക്കുന്നത് പരാതിക്കാരെ സഹായിക്കുന്നതിന് വേണ്ടി. പകരം എന്ത് വേണം? ഗുരുതരം അത് സർക്കാരിനോട് ചോദിച്ചില്ലല്ലോ, സർക്കാരിന് നോട്ടീസ് കൊടുത്തിട്ടില്ലല്ലോ. ഒരു പരാതി കൊടുത്തതിന്റെ പേരിൽ സർക്കാർ വലിഞ്ഞു കയറി ഖേദം പ്രകടിപ്പിച്ചത് ഈ റിസോർട്ട് ലോബിയെ സഹായിക്കാൻ വേണ്ടിയാണ്. എന്ത് ചെയ്യണം സർക്കാർ എന്ത് ചെയ്യണം? സർക്കാർ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടില്ലല്ലോ. ഞാൻ തിരികെ എത്താം താങ്കളിലേക്ക്. ശ്രീ കെ ബാബു, ഈ വിഴിഞ്ഞം തുറമുഖം വരാതിരിക്കുവാൻ അവിടുത്തെ റിസോർട്ട് ലോബി പരിശ്രമിക്കുന്നുണ്ട് എന്ന് താങ്കളും അംഗീകരിക്കുന്ന വസ്തുതയാണ്.
പല വഴികൾ അവർ നോക്കി. ഏറ്റവും ഒടുവിൽ അവർ കൊച്ചിയിലെ ഒരു അഭിഭാഷകനെ ബന്ധപ്പെടുന്നു. ഈ അഭിഭാഷകൻ അവരോട് തിരിച്ചു ചോദിക്കുകയാണ്, നിങ്ങൾ നിയമം ലംഘിച്ചു എന്നതിൻ്റെ പേരിൽ നിങ്ങളുടെ റിസോർട്ടുകൾക്കെതിരെ നടപടി എടുക്കാൻ പോകുന്ന ഈ സർക്കാർ ഈ വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ട് അവിടെ എന്തെങ്കിലും നിയമലംഘനം നടത്തിയതായി നിങ്ങളുടെ അറിവിലുണ്ടോ? ഇവർ തിരിച്ചു പറയുന്നു, ഇങ്ങനെ ഒരു റോഡ് നിർമ്മിച്ചിട്ടുണ്ട് എന്ന്. അത് മതി, അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പരാതി കൊടുക്കാമെന്ന് ഈ അഭിഭാഷകൻ ഉപദേശിക്കുന്നു. ഇതാണ് ഈ പരാതിക്ക് വഴിവെച്ചത് എന്നാണ് ഈ റിസോർട്ട് ലോബിയുടെ വക്താക്കളിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത്. ഇങ്ങനെ ഒരു അഭിഭാഷകൻ അദ്ദേഹത്തിൻ്റെ ബുദ്ധിയിൽ തോന്നിയൊരു കാര്യം ചെയ്താൽ ഉടൻ തന്നെ ക്ലിഫ് ഹൗസിൽ അടിയന്തര യോഗം ചേർന്ന് ഖേദപ്രകടനം നടത്തി ഇനി ഞങ്ങളിതൊന്നും ചെയ്യില്ലേ എന്ന് പറഞ്ഞ് മുട്ടുമടക്കേണ്ട അത്രയും പ്രതികൂലമായ എന്ത് സാഹചര്യമാണ് നിങ്ങളിന്ന് അഭിമുഖീകരിക്കുന്നത്?